ഹായ് ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കള്ളം പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ്. NLPയിലും സൈക്കോളജിയിലും ഒക്കെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ ആദ്യമേ പറയട്ടെ, പിനോക്കിയോയുടെ നോസ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഓരോ പ്രാവശ്യവും കള്ളം പറയുമ്പോൾ നീണ്ടുവരുന്ന മൂക്ക്. അങ്ങനെ ഒരു കാര്യം ഇല്ല. ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് ഇന്നത് പറഞ്ഞാൽ അത് കള്ളം പറയുകയാണ് എന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് ആണ് നമ്മൾ പറഞ്ഞത് കള്ളമാണോ എന്ന് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. അപ്പം NLPയിൽ നമ്മൾ പറയുന്നത്, NLPയുടെ കണ്ണിൻ്റെ ക്യൂസ് പറയുന്നുണ്ട്, ഐ ക്യൂസ്. അപ്പോൾ അതിൽ ഈ നമ്മുടെ ഈ ലെഫ്റ്റ് ഐ റൈറ്റ് സൈഡ് അപ്വേർഡായിട്ട് പോകുവാണെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് പറയുകയാണ്. നമ്മളിങ്ങനെ ഓർത്തിട്ടാണ് പറയുന്നത്. ഈ പറയുന്നത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. സാധാരണയായിട്ട് വലത് കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ലെഫ്റ്റിലോട്ട് അപ്പർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് പറയുകയാണ്. അതേസമയത്ത് ഇങ്ങനെ റൈറ്റ് അപ്പിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് നമ്മളെന്തോ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണ്, ഇമാജിൻ ചെയ്ത് പറയുകയാണ്. അപ്പോൾ റൈറ്റിൽ പോയിട്ടാകുമ്പം ആ പറയുന്നത് മുഴുവനായിട്ടും നടന്ന കാര്യങ്ങളായിരിക്കില്ല, എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് പറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അങ്ങനെ ഇതൊരു ക്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെയുള്ളത്, നമ്മൾ പൊതുവെ പെട്ടെന്ന് കള്ളം പറയുന്നവർ ഈ നോസിൻ്റെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കഴുത്തിൻ്റെ അവിടെ, ഇങ്ങനെ തലയുടെ അവിടെ, അങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പറയുന്നത് കള്ളമാകുമ്പം. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ ഒന്ന് മറയ്ക്കുന്ന പോലെ, ഒന്നിങ്ങനെ ഒക്കെ വായ പൊത്തുന്ന പോലെ, അല്ലെങ്കിൽ ലിപ്സ് കുറച്ചിങ്ങനെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള ചില ഇത് കാണാറുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കുക, നമ്മൾ ഒരാളുടെ ബേസ് ലൈൻ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. ആ ബേസ് ലൈൻ ബിഹേവിയർ അറിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് വരുന്ന വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാരൊക്കെ നെർവസ് ആയിരിക്കും, പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ചിലപ്പം കള്ളമല്ല സത്യമാണ് പറയുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ക്യൂ മാത്രം വെച്ചിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടാണ്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ബേസ് ലൈൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ബേസ് ലൈൻ ബിഹേവിയർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ഡീവിയേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അത് കള്ളമാണോ സത്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പിന്നെ പറയുന്നത്, നമ്മൾ ഈ ബേസ് ലൈൻ ക്യാരക്ടർ അറിയുമ്പോൾ തന്നെ ആൾ നെർവസ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ചിലരൊക്കെ പറയും കണ്ണിലോട്ട് നോക്കി സംസാരിച്ചാൽ അത് സത്യമായിരിക്കും. കണ്ണിലോട്ട് നോക്കിയിട്ട് കളവ് പറയുന്നവർക്ക് കണ്ണിലോട്ട് നോക്കി സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ പറയാറുണ്ട് പൊതുവായിട്ട്. പക്ഷെ അത് ഒരുവിധം കള്ളം പറയുന്നവർക്കൊക്കെ ആ കാര്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് കള്ളം പറയുന്നവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ കണ്ണിലോട്ട് തന്നെ നോക്കിയിട്ട് ഒന്ന് സ്റ്റെയർ ചെയ്യും പോലെ, കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കിയിട്ട് പറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒരു സാധാരണ നോക്കുന്നതിനും വ്യത്യസ്തമായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ തറപ്പിച്ച് കണ്ണിലോട്ട് തന്നെ നോക്കി പറയുമ്പം ചിലപ്പോൾ അവർ പറയുന്നത് സത്യമല്ലായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെയുള്ളത്, നമ്മൾ സത്യം അല്ലാതെ പറയുന്ന ഒരാൾ മറ്റുള്ളവരെ അത് ഒന്നും കൂടി സത്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കള്ളം പറയാറില്ല, ഞാൻ പറയുന്നത് എപ്പോഴും സത്യം മാത്രമേ പറയുന്നുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ആ സംസാരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സത്യം പറയുന്ന ആൾക്ക് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം കളവ് പറയുന്നവരാണ് പൊതുവെ ഇതിങ്ങനെ ഒന്നും കൂടെ ഒരു വിശ്വാസം വരേണ്ടത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെയാണ് കാണുന്നത്. പിന്നെ പറയുന്നത്, നെർവസ് ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ കൈയും കാലും ഒക്കെ കൂടുതൽ ഇങ്ങനെ അനക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്.
അപ്പം അങ്ങനെ പറയുമ്പം കള്ളം പറയുമ്പോൾ ഒന്നും കൂടെ നെർവസ് ആയിരിക്കും, അപ്പോൾ കൈയും കാലുകളുടെയൊക്കെ ചലനം കൂടുതലായിരിക്കും. അങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഒരു ധാരണ. പക്ഷേ പല റിസർച്ചും തെളിയിക്കുന്നത് കള്ളം പറയുമ്പം നമ്മളത് നമ്മുടെ ബ്രെയിന് അതിന് കള്ളം ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കി പറയാൻ വേണ്ടിയിട്ട് കുറേ ബ്രെയിനിലോട്ട് കുറേ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊഗ്നിറ്റീവ് ഓവർലോഡ് വരുമ്പം ബാക്കിയുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ കുറയാനാണ് സാധ്യത. അപ്പം സാധാരണയായിട്ട് കാലും കൈയും ഒക്കെ ഇളക്കിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി കള്ളമാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ഇങ്ങനെ നിശ്ചലമായിട്ടിരുന്ന് ആ പറയുന്ന കാര്യം തന്നെ ശ്രദ്ധിച്ച്, അതായത് കള്ളം ആലോചിച്ചെടുത്തും ഒക്കെ അല്ലേ പറയുന്നത്, അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത് കാരണം ബോഡി മൂവ്മെൻറ്റ്സ് കുറയാനാണ് സാധ്യത. അപ്പം ഇതൊക്കെ നമുക്ക് പൊതുവായിട്ട് ഒന്ന് അസസ് ചെയ്ത് നോക്കാം. അപ്പോൾ പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കും. പിന്നെ FBI യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, ഇപ്പം പോലീസുകാരൊക്കെ പല മർഡർ കേസുകളിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ആദ്യം നമ്മളോട് ആ ഒരു ടൈം ലൈൻ വെച്ചിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ആ പറഞ്ഞത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ തിരിച്ച് ആ സംഭവം നടന്ന ആ സമയം തൊട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പുറകിലോട്ട് പറയിപ്പിക്കും. അങ്ങനെ വരുമ്പം കള്ളമാണ് പറയുന്നതെങ്കിൽ അവർക്ക് പലപ്പോഴും കൺഫ്യൂഷനൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അതേസമയത്ത് സത്യസന്ധമായിട്ട് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തി പറയുന്നത് അവർക്ക് റിവേഴ്സ് ഓർഡറിലായാലും വളരെ കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റും. അതേസമയം കള്ളം പറയുന്ന ആൾക്ക് അത് പലപ്പോഴും തെറ്റുകയും കൺഫ്യൂഷൻ വരികയും അതിൻ്റെ ഓർഡർ മാറുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത്, നമ്മൾ കള്ളം പറഞ്ഞിട്ട് ഒരാളിങ്ങനെ വല്ല സ്റ്റോറി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കള്ളമാണോ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവർ ഒന്ന് പതറിപ്പോവും, അവർ പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യന്. അപ്പോൾ അവർ ഒന്നിങ്ങനെ ഒരു ഫ്രീസ് ആയതുപോലെ ഒന്ന് നിന്നിട്ട് ആലോചിച്ചിട്ട് പെട്ടെന്ന് പിന്നെ മറുപടി പറയുന്നത്. അപ്പം അതേ സമയത്ത് നോർമൽ സത്യമായിട്ട് പറയുന്ന ആൾക്കാർക്ക് നമ്മളിപ്പം ചോദിച്ചാലും അതിൽ അങ്ങനെ ഒരു പതറേണ്ട ആവശ്യമില്ല, അവർ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതേസമയം കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കുമ്പം അവർക്കൊരു പതർച്ച വരുന്നത് കാണാം. പിന്നെയുള്ളത് ഡോക്ടർ പോൾ എക്മാൻ പറഞ്ഞത്, ഒരു വ്യക്തി കള്ളം പറയുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ശരിക്കുള്ള അയാളുടെ ഇമോഷൻ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുമ്പം പക്ഷെ അയാളുടെ ബോഡി അത് കാണിക്കുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അതായത് 1/25 അത്രയും സെക്കൻഡിൻ്റെ സമയം, അതായത് ഒരു 0.04 സെക്കൻഡ്സ് ആ സമയത്തേക്ക് 0.04 to 0.07 സെക്കൻഡ്സ് വരേക്കും അയാളുടെ ശരിക്കുള്ള ഇമോഷൻ ദേഷ്യമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ആ ഒരു ഇമോഷൻ മുഖത്ത് ഒന്ന് പ്രകടമാകുമെന്നാണ് പറഞ്ഞത്. അപ്പം അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് പെട്ടെന്ന് ആ ഒരു മിന്നി മറയുന്നത്, ഇപ്പം ദേഷ്യമാണ് അല്ലെങ്കിൽ പേടിയാണ് അല്ലെങ്കിൽ എന്തോന്ന് ഹൈഡ് ചെയ്യാൻ നോക്കുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇമോഷൻ ആ ഒരു ചെറിയ സമയത്തേക്ക് അവരുടെ മുഖത്തുനിന്ന് വന്നിട്ട് പോകും. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ അതാണ് മൈക്രോ എക്സ്പ്രഷൻസ്. ഒന്നും കൂടെ നമ്മൾ കുറേ ആൾക്കാരെ നമ്മൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പം ഓരോരോ ഇമോഷൻ വരുമ്പോഴും ഉള്ള അവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവും. പിന്നീട് അവർ വേറെ പുറത്തേക്ക് ഒരു മാസ്ക് പോലെ അവർ ഒന്നിക്കെങ്കിൽ സന്തോഷം അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറയുവാണെങ്കിലും ശരിക്കുള്ള ആ ഇമോഷൻ നമുക്കത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു വ്യക്തി കള്ളമാണോ പറയുന്നത് സത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ എന്നാലും പറയുകയാണ്, ഇതൊക്കെ ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് എല്ലായ്പ്പോഴും സത്യമായിക്കൊള്ളണമെന്നില്ല, എല്ലാവരുടെ കാര്യത്തിലും ഇത് ശരിയാവണമെന്നുമില്ല. പക്ഷേ ഒരു പൊതുവായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.